Once again, welcome to Wings Online. അപ്പോൾ മക്കളെ നമ്മളിന്ന് ക്ലാസ് 8ൻ്റെ ഇംഗ്ലീഷിലെ ഫ്രം എ റെയിൽവേ കാരേജ് എന്നുള്ളൊരു പോയത്തിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഈ പോയം പഠിച്ചു, ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ പഠിച്ചു. നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയല്ലേ, ടെക്സ്റ്റിലെ ആക്ടിവിറ്റി താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വർക്ക് ചെയ്ത് നോക്കി നമ്മൾ പഠിച്ചു അല്ലേ. പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് പഠിക്കണ്ടേ, അല്ലെങ്കിൽ നമുക്ക് അറിയണ്ടേ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാമെന്ന്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പോയത്തിൻ്റെ പേര് നമുക്കറിയാലോ, ഫ്രം എ റെയിൽവേ കാരേജ്. എന്താണ്? ഫ്രം എ റെയിൽവേ കാരേജ്. ആരാണ് എഴുതിയിരിക്കുന്നത്? റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ ഫ്രം എ റെയിൽവേ കാരേജ് എന്നുള്ള ഒരു പോയത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. എന്ത് ക്വസ്റ്റ്യൻസ് ആണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് വരാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ, ഈ പോയത്തിൽ. അത് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം പോയത്തിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാമെന്നല്ലേ. പോയത്തിലെ കുറച്ച് ലൈൻസ് തരും, അതിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻസോ ഒരു 4 ക്വസ്റ്റ്യൻസോ തരും. അതിന് ഓരോ മാർക്ക് വീതമാണ് മിക്കവാറും വരിക. ചിലപ്പോൾ 2 മാർക്കിന്, ഒരു വൈ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ 2 മാർക്കാവും, ബാക്കി എല്ലാത്തിനും ഓരോ മാർക്കായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വരാനുള്ള സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതേപോലെ കുറച്ച് ലൈൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഇതിൽ നിന്ന് ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. എന്താണ് ഇതിനേക്കാളൊക്കെ ഫാസ്റ്റ്? ഫെയറീസിനേക്കാളും വിച്ചസിനേക്കാളും ഫാസ്റ്റർ എന്ന് പറയുന്ന സംഭവം എന്താണ്? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ്? ട്രെയിനാണ്. ട്രെയിനെ പറ്റിയാണല്ലോ നമ്മളെ പോയം. ട്രെയിനാണ് ഇതിനേക്കാളൊക്കെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ആര് പറയുന്നത്? നമ്മളെ പോയിറ്റ് പറയും. അതേപോലെയാണ് നമ്മുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ പോയം എബൌട്ട്? പോയം, നമ്മുടെ പോയം നമുക്കറിയാം അല്ലേ, എന്താണ്? ഫ്രം എ റെയിൽവേ കാരേജ്. അപ്പോൾ ഫ്രം എ റെയിൽവേ കാരേജ് എന്ന് പറയുന്ന പോയം എന്തിനെ പറ്റിയാണ്? എന്തിനെ പറ്റിയാണ് ഫ്രം എ റെയിൽവേ കാരേജ് എന്ന് പറയുന്ന ഈ പോയം? എന്തിനെ പറ്റിയാണ്? ട്രെയിൻ ജേർണി, ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ. 2 ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് ആ സമയത്ത് സ്പീഡിൽ എന്താണോ എഴുതാൻ പറ്റുന്നത് അത് എഴുതിയാൽ മതി. അപ്പോൾ എന്തിനെ പറ്റിയാണ്? ട്രെയിൻ ജേർണി, ഒരു ട്രെയിൻ യാത്രയെ പറ്റിയാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ. ഇത് രണ്ടും കറക്റ്റ് ആൻസേഴ്സ് ആണല്ലേ. നമുക്കറിയാം ഫാസ്റ്റ് മൂവിങ് ട്രെയിനിനെ പറ്റിയാണ്, അതേപോലെ തന്നെ ഒരു ട്രെയിൻ യാത്രയെ കുറിച്ചാണ്. അപ്പോൾ രണ്ടിൻ്റെ ആൻസേഴ്സ് കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തിനു വേണമെങ്കിലും മാർക്ക് കിട്ടും. ട്രെയിൻ ജേർണി, ഒരു ട്രെയിൻ യാത്ര, ഫാസ്റ്റ് മൂവിങ്, വളരെ സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിനെ പറ്റി. വിച്ച് ലൈൻ ഷോസ് ദ ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ? നോക്കിയേ, വിച്ച് ലൈൻ, ഏത് വരിയാണ് എന്ത് കാണിച്ചു തന്നെ? ഹൈ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. ട്രെയിൻ വളരെയധികം സ്പീഡിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ലൈൻ, അത് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് പേടിക്കേണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടാവും, അതിൽ നിന്നൊന്നും എടുത്ത് എഴുതിയാൽ മതി. ഫാസ്റ്റർ ദാൻ ഫെയറീസ്, ഫാസ്റ്റർ ദാൻ വിച്ചസ്. മന്ത്രവാദിനേക്കാളും അതേപോലെ തന്നെ ഭയങ്കര ഏഞ്ചൽ ഫിഗേഴ്സിനേക്കാളൊക്കെ സ്പീഡിലാണ് നമ്മളെ ട്രെയിൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് നമ്മളെ പോയിന്റ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഭയങ്കര സ്പീഡിലാണ് ട്രെയിൻ പോകുന്നതെന്ന്. Pick out any 2 pairs of rhyming words from the lines given. Rhyming words കണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, വിച്ചസ്, ഡിച്ചസ്, ബാറ്റിൽ, കാറ്റിൽ, പ്ലെയിൻ, റെയിൻ, ഐ, ബൈ. ഈ ലൈൻസ് ഉണ്ടോ? ഈ ലൈൻസ് ആദ്യം നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയേ. പിക്ക് ഔട്ട് എനി 2 റൈമിംഗ് വേർഡ്സ്. ഏതെങ്കിലും 2 റൈമിംഗ് വേർഡ്സ് നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയേ ഏതൊക്കെയാണ്? ലാസ്റ്റ് നിർത്ത്, നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഇവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. വിച്ചസും ഡിച്ചസും, ബാറ്റിലും കാറ്റിലും, പ്ലെയിനും റെയിനും, ഐയും ബൈയും. നമുക്കറിയാം അല്ലേ. നോക്കിയേ, ഐയും ബൈ, ഐ ബൈ. രണ്ടിൻ്റെയും അവസാനത്തെ ശബ്ദം ഐ, യു എന്ന് പറഞ്ഞ ശബ്ദമല്ലേ, ബൈ, ഈ എന്ന് പറഞ്ഞ ശബ്ദമല്ലേ, രണ്ടിൻ്റെയും സൗണ്ട് സെയിം ആണ്. അതേപോലെ തന്നെ പ്ലെയിൻ, റെയിൻ, എന്ന് പറഞ്ഞാണ് രണ്ടും അവസാനിക്കുന്നത് അല്ലേ. വിച്ചസ്, ഡിച്ചസ്, സ്, സ്, ബാറ്റിൽ, കാറ്റിൽ, രണ്ടിൻ്റെയും ശബ്ദം സെയിം ആണ്. ഒരു വരിയുടെ ലാസ്റ്റത്തെ വാക്കിൻ്റെ അവസാനത്തെ ശബ്ദമാണ് ഒരു റൈം സ്കീമിന് നമ്മൾ എടുക്കുക. ഇപ്പോൾ എ, എ, ബി, ബി, ഇവിടെ റൈമിംഗ് വേർഡ്സ് ആണ്. ഏതാണ് ആ വാക്കുകൾ? ഈ എ, എ, ബി, ഇ, ബി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഏതാണ് ആ വാക്കുകൾ എന്ന് നോക്കുമ്പോൾ വിച്ചസും ഡിച്ചസും, ഇതിൻ്റെ രണ്ടിൻ്റെയും അവസാനത്തെ ശബ്ദം സെയിം ആണ്. വിച്ചസ്, സ്, ഡിച്ചസ്, സ്, ബാറ്റിൽ, ല്, കാറ്റിൽ, ല്. അപ്പോൾ പേയേഴ്സ്, 2 പേയേഴ്സാണ് ചോദിച്ചേക്കുന്നത്. ഒന്നില്ലെങ്കിൽ വിച്ചസും ഡിച്ചസും എഴുതാം, അല്ലെങ്കിൽ ബാറ്റിലും കാറ്റിലും എഴുതാം, അല്ലെങ്കിൽ പ്ലെയിൻ, റെയിൻ, അല്ലെങ്കിൽ ഐ, ബൈ. ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നമ്മളിവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. 2 പേരാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 2 പേർ മാത്രം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻസ് ഗിവൺ. സിമിലി എന്താണ്? ആസ്, ലൈക്ക്, സോ. ഈ 3 വാക്കുകൾ കണ്ടുറപ്പിച്ചോ അവിടെ സിമിലി ഉണ്ട്. സിമിലിയുടെ പ്രത്യേകത എന്താ? പ്രത്യേകിച്ച് ബന്ധമില്ലാത്ത 2 സാധനങ്ങളെ
തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെയാണ് ഇതെന്ന് പറയാം. ഷീ ഈസ് ലൈക്ക് എ കാറ്റ്. അവൾ ഒരു പൂച്ചയെ പോലെയാണ്. ഷീ ഈസ് എ കാറ്റ് എന്ന് പറയില്ല. ഷീ ഈസ് എ കാറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു മെറ്റഫറാവും. ഉറപ്പിച്ച് പറയുന്നത് മെറ്റഫറും, പോലെയാണെന്ന് പറയുന്നത് എന്താണ്? സിമിലിയാണ്. ഇവിടെ എന്താണ്? ഫൈൻഡ് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി ഫ്രം ദ ലൈൻസ് ഗിവൻ. തന്നിരിക്കുന്ന ലൈൻസിൽ നിന്ന് എന്തുള്ളത്? സിമിലി ഉള്ള ലൈൻ കണ്ടുപിടിക്കാൻ. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ അല്ലേ? വളരെ ശക്തിയിൽ പെയ്യുന്ന മഴനെ പറ്റി പറയുന്ന ആ ഒരു ലൈനാണിത്. ഇവിടെ എന്തുണ്ട്? ആസ് എന്നുള്ള വാക്കുണ്ട്. ആസ് എന്നുള്ളൊരു വാക്കുണ്ടെങ്കിൽ നമുക്കറിയാം സിമിലി ആണ്. വാട്ട് ഈസ് ഫാസ്റ്റർ ദാൻ ഫെയറീസ് ആൻഡ് ഫാസ്റ്റർ ദാൻ വിച്ചസ്? നമ്മൾ ഫസ്റ്റ് അല്ലേ, നമ്മൾ വെറുതെ തമാശക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ആ ക്വസ്റ്റ്യൻ തന്നെയാണിത്. വാട്ട് ഈസ് ഫാസ്റ്റർ ദാൻ ഫെയറീസ് ആൻഡ് ഫാസ്റ്റർ ദാൻ വിച്ചസ്? ഫെയറീസിനേക്കാളും വിച്ചസിനേക്കാളും സ്പീഡായിട്ട് നമ്മുടെ പോയത്തിൽ എന്തിനെ പറ്റിയാണ് പറയുന്നത്? എന്തിനെ പറ്റിയാണ്? ദ ട്രെയിൻ, ട്രെയിനെ പറ്റിയാണ് പറയുന്നത്. What ideas is expressed in the lines in the wink of an eye painted station whistle by അല്ലേ? ഒറ്റ ഞൊടിയിടയിൽ ഒന്ന് കണ്ണടച്ച് ചിമ്മുമ്പോഴേക്കും ഓരോ സ്റ്റേഷൻസും കടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു ലൈനാണിത്. അതിൽ എന്ത് എക്സ്പ്രഷൻ ആണ്? എന്താണ് അതിലൂടെ പറയുന്നത്? ദ ട്രെയിൻ പാസ് ദ റെയിൽവേ സ്റ്റേഷൻ സോ ക്വിക്ക്ലി. എന്താണ്? ഭയങ്കര ക്വിക്കായിട്ട് വളരെ സ്പീഡിൽ ട്രെയിൻ പോകുന്നു എന്ന് മാത്രമേ അവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. വേറെ ഭയങ്കരമായ കാര്യങ്ങളൊന്നുമില്ല. ട്രെയിൻ അത്രയും സ്പീഡിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേഷൻസ് പെയിന്റ് അടിച്ച് ഓരോ സ്റ്റേഷൻസ് അങ്ങോട്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? ഇത് ഭയങ്കര സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കും. ഒന്ന് കാണുമ്പോൾ അത് പിന്നെ പോയിട്ടുണ്ടാവും, പിന്നെ ഒന്ന് നോക്കും, പിന്നെയും പോയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും സ്പീഡ്, ട്രെയിനിൻ്റെ സ്പീഡിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡസ് ദ സ്പീക്കർ ഡിസ്ക്രൈബ് ദ ട്രാമ്പ് ആൻഡ് ദ ചൈൽഡ്? ഒരു നാടോടിനെയും ഒരു കുട്ടീനെയും നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട് അല്ലേ? നമ്മളുടെ പോയത്തിൽ ആ സെക്കൻഡ് പേജിൽ ആ ഒരു ഫസ്റ്റ് ലൈനിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പറയുന്നുണ്ട്. ട്രാമ്പിനെയും ഒരു നാടോടി എന്നൊക്കെ പറയുന്നത് നമുക്ക് പറയാൻ പറ്റിയ ഒരാളെയും അതേപോലെ തന്നെ ഒരു കുട്ടിനെയും പറ്റി പറയുന്നത്. അവരെങ്ങനെയാണ് വിവരിച്ചേക്കുന്നത്? ചൈൽഡ് ഈസ് ക്ലൈംബിംഗ് ബൈ ഹിംസെൽഫ് ആൻഡ് കളക്ടിങ് ബ്രാംബിൾസ്. അപ്പോൾ നോക്കിയേ, ചൈൽഡ് ഈസ്, ഒരു മിനിറ്റ് പെൻ എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ഇത് ജി ആണ്. 1 മിനിറ്റ്. എന്താണ്? ജി ആണ്. കളക്ടിങ്. അപ്പോൾ നോക്കിയടാ, ചൈൽഡ് ഈസ് ക്ലൈംബിംഗ് ബൈ ഹിംസെൽഫ് ആൻഡ് കളക്ടിങ് ബ്രാംബിൾസ്. എടാ, ഈ കുട്ടി എന്താണ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റത്തെ. ചൈൽഡ് ഈസ് ക്ലൈംബിംഗ് ബൈ ഹിംസെൽഫ്. ഈ കുട്ടി തന്നെ ക്ലൈംബ് ചെയ്ത് മരത്തിലൊക്കെ കയറി എന്താണ് കളക്ട് ചെയ്യുന്നത്? ബ്രാംബിൾസ്. അതൊരു ബെറി പോലത്തെ ഒരു ഫ്രൂട്ടാണ്. ആ ഫ്രൂട്ടിനെ അവൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ട്രാമ്പ് എന്താ ചെയ്യണേ? ട്രാമ്പ് ഈസ് സ്റ്റാൻഡിങ് ആൻഡ് ഗേസിങ് അറ്റ് ദ ട്രെയിൻ അല്ലേ? അപ്പോൾ ട്രാമ്പ് ആ പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഈ ട്രെയിൻ പോകണ കാണുമ്പോൾ ട്രെയിനിന് വളരെ ആശ്ചര്യത്തോടു കൂടിയാണ്. നമ്മളിപ്പോൾ ചെയ്യില്ല, ചില എയറോപ്ലെയിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കോ അങ്ങനെയൊക്കെ നോക്കില്ലേ? അതേപോലെ തന്നെ ഇയാൾ ആദ്യമായിട്ട്, അന്നത്തെ കാലത്തൊക്കെ ഈ പറയുന്ന ട്രെയിൻ വളരെ അപൂർവമായിട്ടൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ആശ്ചര്യത്തോടു കൂടി ഈ നാടോടി ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണും. കുട്ടി എന്താണ്? സ്വയമേ മരത്തിൽ കയറി ആ ബ്രാംബിൾസ് വരയ്ക്കുന്നു. ട്രാമ്പ് വളരെ ആശ്ചര്യത്തോടു കൂടി ഈ പറയുന്ന ട്രെയിനെ നോക്കിക്കുന്നു. അപ്പോൾ അടുത്തത്, വിച്ച് ലൈൻ ഇൻഡിക്കേറ്റ്സ് ദ മൂവ്മെന്റ് ഓഫ് ദ കാർട്ട്? ഈ പറയുന്ന ഒരു ഉന്തുവണ്ടിനെ പറ്റി പറയുന്നത്. ഒരു ഉന്തുവണ്ടി, അതിൽ ഭയങ്കര ഭാരമുള്ളതുകൊണ്ട് ഒരാളിങ്ങനെ ഷേക്ക് ചെയ്ത് ഇങ്ങനെ വഴിതെറ്റി പോകുന്നു എന്നൊക്കെ ഒരു ലൈനിൽ പറയുന്നത്. ആ വരി ഏതാണ്? കാണുമ്പോൾ തന്നെ അറിയാം. കാർട്ട് എന്നുള്ള ലൈൻ ഏതാണോ അതെടുത്ത് എഴുതാം. ഹിയർ ഇസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ് ലംബിംഗ് എലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ് അല്ലേ? ഈ പറയുന്ന രണ്ടിലല്ലേ കാർട്ട് ഉണ്ട്, ആ പറയുന്ന മാൻ ലോഡോട് കൂടി ആ കാർട്ട് പോകുമ്പോൾ സൂചിപ്പിക്കുന്ന ആ ലൈൻ ഏതാണെന്നാണ്. ഒന്നുമില്ല, പോയിന്റ് ക്വസ്റ്റ്യനിലുണ്ട്. ആ കാർട്ടിൽ നിന്ന് കാണുന്ന ആ ലൈൻ ഇങ്ങോട്ട് എടുത്ത് പേപ്പറിൽ എഴുതാം. അപ്പോൾ അവിടെ 1 മാർക്കോ 2 മാർക്കോ വരും. Why do the sights appear as a glimpse to the speaker? നോക്കിയേ, why do the sights? കാഴ്ചകൾ എന്തുകൊണ്ടാണ് ഗ്ലിംസ് ആയിട്ട് പെട്ടെന്നാണ് കണ്ടുമാറുന്ന ഒരു സംഭവമായിട്ട് നമ്മളുടെ പോയിന്റിന് തോന്നുന്നതെന്നാണ് ഈ ചോദ്യം. എന്താണ്? ബിക്കോസ് ട്രെയിൻ മൂവ്സ് ഫാസ്റ്റർ. ട്രെയിൻ അത്രയും ഫാസ്റ്ററായിട്ടാണ് നീങ്ങുന്നത്. ട്രെയിൻ അതിന് അത്രയും സ്പീഡുണ്ട്. ട്രെയിൻ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പോയത്തിൽ ഒട്ടുമിക്ക ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ട്രെയിനിൻ്റെ സ്പീഡിനെ പറ്റിയാണ്. ട്രെയിൻ വളരെ സ്പീഡിൽ പോകുന്നതുകൊണ്ട് കാഴ്ചകളൊക്കെ പെട്ടെന്ന് മിന്നി മറയുന്നതായിട്ട് തോന്നും അല്ലേ? ഈ കുട്ടീനെയൊക്കെ പെട്ടെന്നാണ് കണ്ടുപോകുന്നത്. ഓരോ സ്റ്റേഷൻസും പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്നൊന്നും കാണാൻ പറ്റുന്നില്ല, വളരെ ലൈറ്റായിട്ടാണ് കണ്ടു പോയി. ഇതൊക്കെ യാത്ര. ലാസ്റ്റ് ലൈൻ എന്താ? ഫോറവർ. ഇവിടെ ഒരു ഞൊടിയിടയിൽ കുറേ കാഴ്ചകൾ കണ്ടു, എന്നേക്കുമായി അത് പോയി. ഒന്ന് സൂക്ഷിച്ചു നോക്കി അതിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് നമുക്കൊന്നും ക്ലിയർ ആയിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? നമ്മളുടെ ഈ പോയിന്റ് ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യാണ്. ഈ പറയുന്ന കാഴ്ചകളൊക്കെ ട്രെയിൻ പോകുന്നതിൻ്റെ ഒപ്പം ഈ പറയുന്ന കാഴ്ചകളും പോയിക്കൊണ്ടിരിക്കുകയാണ്.
ട്രെയിനിൻ്റെ സ്പീഡിനെ പറ്റിയാണ് ബേസിക്കലി ഈ പറയുന്ന പോയം. എന്തിനെ പറ്റിയാണെന്ന് ചോദിച്ചാൽ ട്രെയിൻ ജേർണി എന്ന് പറയാം, ട്രെയിനിൻ്റെ സ്പീഡിനെ പറ്റിയാന്ന് പറയാം. ബാക്കി ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റേഷൻസ് പെട്ടെന്ന് പോകുന്നു എന്ന് പറയുന്നത്, കാരണം ട്രെയിൻ അത്രയും സ്പീഡാണ്. അപ്പോൾ ഈ ആൻസേഴ്സ് ഒക്കെ ഏകദേശം സിമിലർ ആണ് അല്ലേ. പോയം മനസ്സിലാക്കി വെച്ചാൽ ആക്ച്വലി പോയം മനസ്സിലായില്ലെങ്കിൽ പോലും, പോയം നമുക്ക് അറിയാമെന്നറിയാം, പോയം മനസ്സിലായില്ലെങ്കിൽ പോലും ഏതൊരു കുട്ടിക്കും ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന പാസേജ് ക്വസ്റ്റ്യൻസ്, അതേപോലെ പോയം തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ആദ്യത്തെ ആ ഒരു 10-15 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കണം അല്ലേ, കാരണം അത്രയും സിമ്പിളാണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് അത് ഈസി ആയിട്ട് കിട്ടും, കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചു, ഈ പോയം പഠിച്ചു, ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും ആൻസർ ചെയ്തു അല്ലേ. അപ്പം നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി സിമ്പിളായിരിക്കും, കാരണം എന്താണ്, ക്വസ്റ്റ്യനും അവിടെ ഉണ്ട്, ആൻസറും അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം സിമ്പിളായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എല്ലാവരും പഠിക്കുക.